കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പം ഞായറാഴ്ച ആയിക്കൊണ്ട് നമ്മളൊരു സ്പെഷ്യലായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഫാമിലിയായിട്ട് ഒരു കുക്കിങ്ങാണ്, കുഴിമന്തി ഉണ്ടാക്കിയാലോ. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ അതിനായിട്ട് ഇവിടെ ഒരു ഫുൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഇതേണ്ട മന്തി മസാല എടുത്തിട്ടുണ്ട്, ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കളറിന് വേണ്ടിയിട്ട് പിരിയൻ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഒരു മാഗിയുടെ ക്യൂബ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ചിക്കനിലേക്ക് മസാലയെല്ലാം പിടിക്കാനായിട്ട് ഇത് നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാമേ. അപ്പം നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാനായിട്ട് മന്തി മസാല ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കളറിനായിട്ട് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനിയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പം നമുക്കിതിലേക്ക് ഇച്ചിരി ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാമേ. ഇനി നമുക്കിതിൽ നിന്ന് 2 സ്പൂണ് മസാല എടുത്ത് മാറ്റി വയ്ക്കാമേ. ഇനി നമുക്ക് ഈ മസാല ഈ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാവേ. നമുക്കിതിലേക്ക് 2 സ്പൂണ് നാരങ്ങാ നീരൂടെ ഒഴിച്ച് കൊടുക്കാവേ. എന്നിട്ടിനി ഇതെല്ലാം തേച്ച് പിടിപ്പിച്ചെടുക്കാം. നമ്മളിതെല്ലാം മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ ഞാനിവിടെ 1 കിലോ റൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ബസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്കിനി ഇതൊന്ന് കഴുകിയിട്ട് കുതിർക്കാൻ വെക്കാം കേട്ടോ. ഒരു 3/4 മണിക്കൂറെങ്കിലും ഇതൊന്ന് കുതിർക്കാൻ വെക്കാം. അപ്പം എന്താ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം. നമുക്ക് അതിനായിട്ട് വേണ്ട ഇഡലി പാത്രത്തിലോട്ട് 1 പാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കാവേ. ഇനി നമുക്ക് ഈ തട്ട് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ചിക്കൻ ഇറക്കി വെക്കാം. അപ്പം വേണ്ട നമ്മളിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചിക്കന്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാവേ. ഇതൊരു 15 മിനിറ്റ് ഇങ്ങനെ വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിട്ട് 15 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം. ഇവിടെ ചിക്കൻ നല്ലതായിട്ട് വേവായി വന്നിട്ടുണ്ട്. വേണ്ടോ. ഇനി നമുക്കിത് മസാലയെല്ലാം ഒന്നുകൂടെ ഒന്ന് വരട്ടെ. അതിനായിട്ടായിരുന്നു ഞാനിവിടെ മസാല എടുത്ത് വെച്ചിരുന്നത് കേട്ടോ. നമുക്കിതൊന്ന് മസാലയെല്ലാം കൂടെ പുരട്ടിയിട്ട് വറക്കാൻ വെക്കാം. അപ്പോൾ വേണ്ട നമ്മൾ ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാവേ. ഇത് ചിക്കൻ വറക്കാനാണ്. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാവേ. അപ്പോൾ വേണ്ട നമ്മുടെ എണ്ണ നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ ഒരു വശം മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കനെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് റൈസിനുള്ള പാത്രം വെക്കും. നമുക്ക് ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്കായ, ഗ്രാമ്പു, തക്കോലം, പിന്നെ കറുകപ്പട്ട, ബേ ലീഫൊക്കെ ഇട്ട് കൊടുക്കാവേ. ഇനി വേണ്ട ഞാനിതിലേക്ക് 2 സവാള അരിഞ്ഞ് വെച്ചത് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് ഇതായിരുന്നു ഇറച്ചി പുഴുങ്ങാൻ വെച്ചിട്ടുള്ളത്. അത് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാവേ. ഇനി നമുക്കിത് തിളച്ച് വന്നു കഴിയുമ്പോൾ അരി ഇട്ട് കൊടുക്കാവേ. അപ്പോൾ വേണ്ട നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി വേണ്ട വാലാൻ വെച്ച റൈസ് ഇട്ട് കൊടുക്കാം.
ഇനി നമുക്കിതിലേക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം. 2 ഉണക്ക നാരങ്ങ ഇട്ട് കൊടുക്കാതെ. ഇനി നമുക്കിത് വെന്ത് വരുമ്പോഴത്തേക്ക് ഇടയ്ക്കൊന്ന് നോക്കണം കേട്ടോ, പറ്റി പോവാതെ അടിക്ക് പിടിക്കാതെ ഇടയ്ക്ക് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ മന്തി വേണ്ട ഇത്രയൊക്കെ ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ ഒന്ന് പറ്റിയാൽ മതി കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മന്തി ഇവിടെ എല്ലാം നല്ല അടിപൊളിയായിട്ട് പറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഫുഡ് കളറൊന്നും ചേർക്കാത്തത് കൊണ്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വേണ്ട ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നേ. അതിനെ നമുക്കൊന്ന് ഇനി നമുക്കിത് ദമ്മിട്ട് വെക്കാവേ. ഇനി നമുക്കതിലേക്ക് നമ്മുടെ ചിക്കൻ ഇറക്കി വെക്കാം. അപ്പം നമുക്ക് നമ്മുടെ ചിക്കൻ ഇങ്ങോട്ട് വെക്കാം. നമുക്കിതിലേക്ക് പച്ചമുളക് 2 കുത്തി വെക്കാം. നമുക്കിതിലേക്ക് കുറച്ച് മന്തി മസാല ഇട്ട് കൊടുക്കാവേ. അപ്പം നമുക്കിനി പുകയ്ക്കാം. അപ്പം നമ്മുടെ കുഴിയില്ലാത്ത കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി അടച്ച് വെച്ച് ദമ്മി വെക്കാം. അപ്പം നമ്മുടെ മന്തി പൊട്ടിച്ചാല് നല്ല അടിപൊളി മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് കഴിച്ചു നോക്കാം. ഇനി നമുക്ക് നമ്മുടെ മന്തി ചമ്മന്തി വിളമ്പാം. ഇനി മയോണൈസും കൂടെ. അപ്പം എങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് വരണം നോക്കട്ടെ. ഉണ്ട് കൊള്ളാമോ? ചിക്കൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് സൂപ്പറാണ്. അപ്പം ആമി വരുന്നതിന് മുന്നേ ഞങ്ങൾ തീർക്കട്ടെ. ഞങ്ങളുടെ ഈ കൊച്ചു ഫാമിലിയെ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുടെ ചാനൽ കാണുക. അപ്പം എല്ലാവർക്കും ബൈ. ഇനി ഒരാളോടെ മുന്നിലോട്ട് വരാനുണ്ട്. ഞങ്ങളുടെ ക്യാമറാമാൻ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ.